നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ആദ്യമായിട്ട് തന്നെ ആദ്യമായി ഈ 725ഓളം സ്റ്റോറിക്കിടയിൽ ആദ്യമായിട്ട് പറയുകയാണ്. ഈ എപ്പിസോഡ് ഫുൾ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. അതിൽ സിനിമാ രാഷ്ട്രീയമുള്ളതുകൊണ്ടാണ് ഈ എപ്പിസോഡ് ചെയ്തത്. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ കാണുന്നത് രാഷ്ട്രീയം കേൾക്കാനല്ല എന്ന് പറയുന്നവർ ഈ എപ്പിസോഡ് കാണണം എന്നില്ല. സിനിമാ ചരിത്രം അല്ലെങ്കിൽ കേരള സിനിമാ രാഷ്ട്രീയം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ എപ്പിസോഡ് കണ്ടാൽ മതി എന്ന് ഞാൻ പറയും. നിങ്ങളിങ്ങനെ പ്രേമൻ്റെയൊക്കെ ഫോട്ടോ വെച്ചേക്കണം കണ്ടപ്പോൾ വിചാരിച്ച് വേറെ എന്തോ ആണ് പറയാൻ പോകണം, നിങ്ങൾ രാഷ്ട്രീയമാണല്ലോ ഫുൾ പറഞ്ഞതെന്ന് പറയരുത്. അങ്ങനെ രാഷ്ട്രീയം കേൾക്കാൻ താല്പര്യമില്ല, സത്യസന്ധമായ രാഷ്ട്രീയ നിരീക്ഷണം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ എപ്പിസോഡ് കാണാതിരിക്കുക. അത്തരക്കാർ. നമസ്കാരം. സഖാവ് ടി കെ രാമകൃഷ്ണനെ കേരളത്തിലെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. സഖാവ് ടി കെ രാമകൃഷ്ണനും സഖാവ് എം എ ബേബിയും ഇരുന്ന സാംസ്കാരിക വകുപ്പിൻ്റെ തലവനായി സജി ചെറിയാൻ എന്ന ട്രേഡ് യൂണിയനിസ്റ്റ് വരുന്നു എന്നറിഞ്ഞപ്പോഴേ ഈ വകുപ്പ് കുളമാകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മറ്റുള്ളവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഉറപ്പായിരുന്നു. അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ്. അദ്ദേഹത്തെ പിടിച്ച് കടലും കടലാടിയുടെയും വ്യത്യാസം അറിഞ്ഞാത്ത സാംസ്കാരിക വകുപ്പിൽ കൊണ്ടിരുത്തിയാൽ അത് ചച്ചളമാവും. എന്തുകൊണ്ടാണ് പിണറായി അങ്ങനെ വിധിച്ചു കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഇവിടെ എം പി രാജേഷ് ഉണ്ട്, അല്ലെങ്കിൽ പഴയ വായനക്കാരികളെല്ലാം നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്, അവർക്ക് കൊടുക്കാമായിരുന്നു, അവർക്ക് റിയാസിന് കൊടുക്കാമായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഒരു ട്രേഡ് യൂണിയൻ നേതാവിന് സിനിമാ വകുപ്പെടുത്ത് കൊടുത്ത സാംസ്കാരിക വകുപ്പെടുത്ത് കൊടുത്തതെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ആദ്യത്തെ ബാലറ്റ് പേപ്പറിലൂടെ ലോകത്ത് തന്നെ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരാണല്ലോ EMSൻ്റെ. ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരമേറ്റ 1957 മന്ത്രിമാരെ പറ്റി സഖാവ് പിണറായി വിജയൻ ആലോചിച്ചിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ സജി ചെറിയാന് സിനിമാ വകുപ്പ് സാംസ്കാരിക വകുപ്പും കൊടുക്കില്ലായിരുന്നു. അത്രയ്ക്ക് കൃത്യതയോടെയാണ് EMSൻ്റെ ആദ്യത്തെ മന്ത്രിസഭ വന്നത്. സി അച്യുതമേനോനായിരുന്നു, പിന്നെ മുഖ്യമന്ത്രിയായ സി അച്യുതമേനോനായിരുന്നു ധനകാര്യമന്ത്രി. KP ഗോപാലനായിരുന്നു വ്യവസായ വകുപ്പ്. KR ഗൗരിയമ്മയായിരുന്നു റവന്യൂ വകുപ്പ്. ജോസഫ് മുണ്ടശ്ശേരി മാഷായിരുന്നു, അല്ലെങ്കിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. KV തോമസ് ആയിരുന്നു തൊഴിൽ വകുപ്പും ഗതാഗതവും. VR കൃഷ്ണയ്യർ എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ട വലിയ ചീഫ് ജസ്റ്റിസായ VR കൃഷ്ണയ്യരായിരുന്നു നിയമവകുപ്പ്, വൈദ്യുതി, ഇറിഗേഷൻ, ജയിൽ ഒക്കെ കൈകാര്യം ചെയ്തത്. അതിൽ നിയമം അണ്ടർലൈനിട്ട് കേൾക്കുക. VR കൃഷ്ണയ്യർ അങ്ങനെ നന്നായിട്ട് ഭരിച്ച വകുപ്പായിരുന്നു നിയമം. ഡോക്ടർ AR മേനോൻ, അദ്ദേഹമായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. അല്ലാതെ ഒരു ട്രേഡ് യൂണിയൻ നേതാവിനല്ല EMS ആരോഗ്യവകുപ്പ് കൊടുത്തത്, ഡോക്ടർക്ക് തന്നെ കൊടുത്തു. KC ജോർജിന് ഭക്ഷ്യവും വനം വകുപ്പ്. TM മജീദായിരുന്നു പൊതുവിഭാഗം. പ്രൊഫസറായ മനുഷ്യൻ മുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസം. നിയമവിദഗ്ധനായ VR കൃഷ്ണയ്യർ നിയമം. ഡോക്ടറായ AR മേനോൻ ആരോഗ്യം. ട്രേഡ് യൂണിയൻ നേതാവായ TV തോമസിന് തൊഴിൽ. 2 വർഷക്കാലമേ ആ മന്ത്രിസഭയ്ക്ക് ഭരിക്കാൻ സാധിച്ചുള്ളൂ. എങ്കിലും കിട്ടിയ സമയം ഈ മന്ത്രിസഭ പലതും ചെയ്തു ജനത്തിനായി. കോൺഗ്രസ് ഭരണകാലത്ത് TM ജേക്കബ് എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു. പിന്നെ സ്വന്തമായി കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ TM ജേക്കബ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി. ഒരു കേരള കോൺഗ്രസ്സുകാരനിൽ നിന്നും പ്രതീക്ഷിക്കാനാവാത്ത പ്രകടനം അദ്ദേഹം സാംസ്കാരിക വകുപ്പിൽ നടപ്പാക്കി. UDFൻ്റെ നല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു TM ജേക്കബ്. പിന്നെ UDFിൽ നിന്നും സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തത് ഒന്ന് G കാർത്തികേയനും മറ്റൊന്ന് നമ്മുടെ ഗണേഷ് കുമാറുമായിരുന്നു. 2 പേരും സ്കോർ ചെയ്തു എന്ന് തന്നെ പറയാം. ശരിക്കും ടി കെ രാമകൃഷ്ണനാണ് നമ്മളെ ഞെട്ടിച്ചത്. അദ്ദേഹത്തോളം പ്രായമുള്ള P ഗോവിന്ദപിള്ളയെ KSFDCയുടെ ചെയർമാനും ഒരു മോഹൻലാൽ IFS ആണോ IAS ആണെന്നുള്ള ഒരു മോഹൻലാലിനെ സെക്രട്ടറി ആക്കി. ടി കെ രാമകൃഷ്ണൻ നന്നായി സിനിമയെ ശ്രദ്ധിച്ചു. തിയേറ്ററിൽ വരുന്നത്
ഇക്കാലത്താണ് കലാഭവൻ, കൈരളി, ഷീയൊക്കെ. ഒരു കാര്യത്തിനിറങ്ങിയാൽ നന്നായി പൂർത്തിയാക്കുന്ന KB ഗണേഷ് കുമാർ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായപ്പോൾ കേരളത്തിലെ മൂത്രപ്പുരയെ നാണിക്കുന്ന തരത്തിലുണ്ടായിരുന്ന തിയേറ്റർ സംസ്കാരത്തെ തന്നെ തച്ചുടച്ച് ഹൈടെക് തിയേറ്ററുകളായി കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും മാറ്റേണ്ടി വന്നു. ഇപ്പം ലിബർട്ടി ബഷീറൊക്കെ അതൊന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞെങ്കിലും സർക്കാരിൻ്റെ തിയേറ്ററുകൾ മുഴുവൻ ഹൈടെക് ആയപ്പോൾ ഈ സ്വകാര്യ തിയേറ്റർ മുതലാളിമാർക്കും തങ്ങളുടെ തിയേറ്റർ നന്നാക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത് ഗണേശൻ്റെ പിടിവാശി തന്നെയായിരുന്നു. പിണറായി വിജയൻ്റെ 10 വർഷത്തെ എന്താ പറയുക സാംസ്കാരിക വകുപ്പ് മന്ത്രിമാർ എന്ത് ചെയ്തു എന്ന് നമ്മളൊന്ന് പിന്നോക്കം തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. AK ബാലനും സജി ചെറിയാനും. BSൻ്റെ കാലത്ത് സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തത് സഖാവ് MA ബേബി ആയിരുന്നു. ഒന്നുമില്ലെങ്കിലും കലാകാരന്മാർക്കായി സാംസ്കാരിക ക്ഷേമനിധിയെങ്കിലും അദ്ദേഹം ഉണ്ടാക്കി. 4000 രൂപ പെൻഷൻ കിട്ടുന്നൊരു സ്ഥാപനമാണല്ലോ. അതെങ്കിലും രൂപകൽപ്പന ചെയ്യാൻ MA ബേബിക്കായി. എന്നാൽ മറ്റേ രണ്ടുപേരോ, AK ബാലനും സജി ചെറിയാനും. ഫെസ്റ്റിവൽ ആസ്ഥാനം ചിത്രാഞ്ജലിയിൽ വേണോ കിൻഫ്രയിൽ, കഴക്കൂട്ടത്ത് കിൻഫ്രയിൽ വേണോ എന്നും സാംസ്കാരിക ക്ഷേമനിധിയിൽ 1000 രൂപ തോന്നുമ്പോൾ കൊടുത്തിരുന്നത് കൂട്ടി 4000 രൂപയാക്കി. അത് AK ബാലൻ സഖാവിൻ്റെ മിടുക്കല്ല, സാംസ്കാരിക ക്ഷേമനിധി ചെയർമാനായി P ശ്രീകുമാർ വന്നതിൻ്റെ മിടുക്കായിരുന്നു. നമ്മൾ ഉള്ള പോലെ പറയണമല്ലോ. ഞാൻ ആ P ശ്രീകുമാർ ചെയർമാനായിരിക്കുന്ന കാലത്താണ് 5 വർഷക്കാലം ഞാൻ സാംസ്കാരിക ബോർഡ് ഡയറക്ടറായിരുന്നത്. സജി ചെറിയാൻ 5 വർഷമായി, അല്ലെങ്കിൽ 5 വർഷം കൂടി P ശ്രീകുമാറിന് തുടരട്ടെ എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന പെൻഷൻ 4000 എന്നത് 5000 എങ്കിലും P ശ്രീകുമാറാക്കിന്. എന്നെ ഒന്നും ഡയറക്ടർ ബോർഡ് എടുക്കണ്ട പോട്ടെ. പക്ഷേ P ശ്രീകുമാറിനെ തന്നെ ചെയർമാനാക്കി നീട്ടിക്കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം 4000 എന്നുള്ളത് ഉറപ്പായിട്ടും 5000, ഏറ്റവും കുറഞ്ഞത് 5000 രൂപയെങ്കിലും ആക്കിയനെ, മുടക്കമില്ലാതെ കൊടുക്കുകയും ചെയ്തനെ. അത് വേണ്ട, അദ്ദേഹത്തെ മാറ്റി മധുപാലിനെ പ്രതിഷ്ഠിച്ചു. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 5 രൂപ കൂട്ടാനോ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മധുപാലിന് കഴിഞ്ഞില്ല. തീവ്രമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നും വന്ന P ശ്രീകുമാർ വേണ്ട, ഒന്നും ചെയ്യാത്തവർ മതി എന്ന് സജി ചെറിയാൻ തീരുമാനിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. 80-85 കോടി KSFDCക്ക് കിഫ്ബി വഴി കൊടുത്തു. ഷാജിയൻ കരുൺ ആ കാശ് കോൺക്രീറ്റ് വനം കെട്ടാൻ ഉപയോഗിച്ചു. തിരുവല്ലക്കുന്നിൽ മൊത്തം കോൺക്രീറ്റ് കുഴിച്ചിട്ടു. അദ്ദേഹം ഒരു വലിയ സംവിധായകനാണ്, പക്ഷേ ഒരു കലാബോധവും ഇല്ലാത്ത മനുഷ്യനായിരുന്നു എന്ന് അദ്ദേഹം ചിത്രാഞ്ജലിയിലെ ഡെവലപ്മെൻറ്റ്സ് തെളിയിച്ചു വന്നു. ഒരു റെയിൽവേ സ്റ്റേഷനോ ഒരു എയർപോർട്ടോ ഒരു 4 കെട്ടോ ഒരു 8 കെട്ടോ ഒക്കെ ഈ പറഞ്ഞ കോടികൾ കൈ കിട്ടിയപ്പോൾ ഷാജിയൻ കരുൺ ചെയ്തിരുന്നെങ്കിൽ KSFDCക്ക് മാസം ലക്ഷങ്ങൾ കിട്ടിപ്പോകുമായിരുന്നു. അതിനാൽ അതൊക്കെ ഭരണത്ത് വെച്ചു, വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. വിമാനം ചിത്രീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിമാനത്തിനകത്തെ കാഴ്ചകൾ ചിത്രീകരിക്കണമെങ്കിൽ തെലുങ്ക് നാട്ടിൽ രാമുജി ഫിലിം സിറ്റിയിൽ പോകാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തന്നെ പറഞ്ഞു വെച്ചു സിനിമാക്കാരോട്. നിങ്ങൾക്ക് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഷൂട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ രാമുജി ഫിലിം സിറ്റി പോകുന്നേ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയാം, ഒരു സിനിമാ മന്ത്രി പറയാമോ? ചിത്രാഞ്ജലിയിൽ ചെയ്യാമായിരുന്നു, പക്ഷേ ചെയ്തില്ല. ചലച്ചിത്ര അക്കാദമിയിൽ നമ്മുടെ രഞ്ജിത്തിനെ വെച്ച് അദ്ദേഹം കാണിച്ച പൊല്ലാപ്പുകൾ പറഞ്ഞ് എന്തായാലും ഞാനിനി ശവത്തി കുത്തുന്നില്ല. കുളമാക്കാവുന്ന അത്ര രഞ്ജിത്ത് കുളമാക്കി. ഒടുവിൽ രാജിവെച്ച് പോകേണ്ടിയും വന്നു. സജി ചെറിയാൻ വെച്ച അക്കാദമി GC മെമ്പർമാർ തന്നെ ഉദ്യോഗസ്ഥരോടൊപ്പം കൂടി രഞ്ജിത്തിനെ ഞെരുക്കി 1 ഇഞ്ച് നടക്കാൻ പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞു. സജി ചെറിയാൻ ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടിയതേയില്ല. വൈസ് ചെയർമാനായി 4 വിപ്ലവ സൂക്തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ച പ്രേംകുമാറിനെ വെച്ചു. അദ്ദേഹം ആ സമയത്ത്, ഇപ്പോഴൊന്നുമില്ല, അദ്ദേഹം വൈസ് ചെയർമാൻ ആകുന്ന കാലത്ത് അദ്ദേഹം തുടരെ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് സൂക്തങ്ങൾ എഴുതി വിടുമായിരുന്നു ഫേസ്ബുക്കിൽ. എത്രയോ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ കലാകാരന്മാരായി ഉള്ളപ്പോൾ പ്രേംകുമാർ എന്ന വന്നൊട്ടിയെ, അല്ലെങ്കിൽ കള്ള കമ്മ്യൂണിസ്റ്റിനെ വച്ചു വാഴിച്ചു ആര്? സജി ചെറിയാൻ. രഞ്ജിത്ത് രാജിവെച്ചപ്പോൾ എന്നാൽ അപ്പിയും പൊയ്ക്കോ എന്ന് പറഞ്ഞില്ല ലംബപ്രമനോട് സജി ചെറിയാൻ. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങളുടെ ചെയർമാൻ രാജിവെച്ചല്ലോ, അപ്പിയും പോ, ഞങ്ങൾ വേറെ ആളെ എടുക്കാമെന്ന് പറയുന്നത് ഇന്നത്തെ പൊല്ലപ്പുണ്ടാവില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. വന്നിട്ടുകളാണല്ലോ ഇപ്പോൾ എൻ്റെ പാർട്ടിക്ക് ഇഷ്ടം. ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ വച്ചവൻ്റെ തലയിൽ കയറിയിരുന്ന് തൂറും.
നിങ്ങൾ ആരെ വേണം എടുത്ത് നോക്കൂ, അങ്ങനെ ചെയ്യൂ, എന്നാലും പഠിക്കില്ല എന്നുള്ളതാണ്. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ മഹേഷ് പഞ്ചുവിനെ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ആട്ടി പുറത്താക്കിയിട്ടല്ലേ വിട്ടത്? ഈ പ്രേമനേക്കാൾ മോശമായിട്ടല്ലേ മഹേഷ് പഞ്ചുവിനെ പുറത്തു വിട്ടത്? അയാൾ DYFയിലും SFIയിലും പാർട്ടിയിലും ഒക്കെ പ്രവർത്തിച്ച AKG സെൻറ്ററിൽ ഇരിക്കുന്ന നാട്ടിലെ പാർട്ടി പ്രവർത്തകനാണ്. അയാൾ ആട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. ആര്? പിണറായി വിജയനും AK ബാലനും കൂടി. എന്തിനാ പുറത്താക്കിയത്? പരസ്യമായി അക്കാദമി ബോർഡ് വെച്ച സ്വന്തം കാറിൽ കയറ്റി അക്കാദമി കൊടുത്ത ഫ്ലാറ്റിൽ 1 വർഷം ഒരു പെണ്ണിനെ കിടത്തിയ ഒരു ബോർഡിനെ ചെയർമാനാക്കി, ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനാക്കി നിലനിർത്തി. അയാളുടെ പെണ്ണുപിടി തെളിവടക്കം കൊടുത്ത പഞ്ചുവിനെ പുറത്താക്കി. അജോയ് ചന്ദ്രൻ എന്ന് പറഞ്ഞ അടുത്തൊരാളിനെ, എന്താ പറയുക, മന്ത്രി AK ബാലൻ അവിടെ പ്രതിഷ്ഠിച്ചു. വരുന്ന തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ ഈ പെണ്ണുപിടിയൻ, ഞാൻ ഇപ്പോൾ ഉറപ്പ് പറയുന്നു നിങ്ങളോട്, ഈ പെണ്ണുപിടിയൻ മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി അക്കാദമി ചെയർമാൻ ആകും വീണ്ടും. അത്ര ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ പെണ്ണുപിടിയൻ. മഹേഷ് പഞ്ചു പാർട്ടി വിരുദ്ധനുമായി. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസം. ലംബോ ബ്രഹ്മൻ ഉത്തമ കമ്മ്യൂണിസ്റ്റായി രഞ്ജിത്തിൻ്റെ ചെയർമാൻ പോസ്റ്റ് ചുമതല ഏറ്റെടുത്തു. 10,000 ഉലുവയാണ് പ്രേമൻ്റെ ശമ്പളം. മനസ്സിലായോ? സെക്രട്ടറി, ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയിലെ ഡ്രൈവർ 50,000-ന് മുകളിൽ ശമ്പളം വാങ്ങിക്കുമ്പോൾ, ആ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ്റെ ചുമതലക്കാരന് കിട്ടുന്നത് 10,000 കുലുവയായിരുന്നു. നാണമുണ്ടോ എന്ന് ആലോചിച്ച്. ഞാനായിട്ടായിരുന്നെങ്കിൽ പ്രേമൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് പോയാലേ. 10,000 കുലുവയാണ് കൊടുക്കുന്നത് ശമ്പളം. പേരെന്താ? വൈസ് ചെയർമാൻ്റെ ചുമതലയും വൈസ് ചെയർമാനും. എന്നാലും കൗശലക്കാരനായ ലംബോ ബ്രഹ്മൻ മുഖ്യമന്ത്രിയെയും സാംസ്കാരിക മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ബൗദ്ധിക പ്രസംഗങ്ങൾ നടത്തി അക്കാദമി ഭരിച്ചു. നല്ല കൗശലക്കാരനാണ് പ്രേമൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ തിരക്കഥ എഴുതി അസോസിയേറ്റ് ചെയ്ത കുഞ്ഞമ്മയും കൂട്ടുകാരിലെ ഒരു ഗസ്റ്റ് വേഷം പോലും ഞാൻ വിളിച്ചതിൻ്റെ പേരിൽ വന്ന് ചെയ്ത ആളാണ് പ്രേമൻ. നല്ല സുഹൃത്താണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ചാൽ ഒരുപാട് നേരം പല കാര്യങ്ങളും സംസാരിക്കുന്ന ആളാണ്. പക്ഷേ പ്രേമൻ തല്ലുകളിൽ തന്നെ കാണിച്ചാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ദോഷം പറയരുത്. കിട്ടിയ സമയം പ്രേമൻ നന്നായി ഭരിച്ചു. ജനകീയനാകാൻ വേണ്ടതൊക്കെ അയാൾ ചെയ്തു. അക്കാദമി ചെയർമാൻ്റെ ഭാരം രഞ്ജിത്തിനെ പോലെ പ്രേമൻ ആളുകളുടെ മെക്കിട്ട് കയറാൻ ഉപയോഗിച്ചതേയില്ല. ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ. ഒരു ഫിലിം ഫെസ്റ്റിവലും ഒരു ചലച്ചിത്ര അവാർഡും ലംബോ പ്രേമൻ്റെ നേതൃത്വത്തിൽ ഭംഗിയായിട്ട് ഇവിടെ നടത്തി. ആളുകളുടെ കയ്യടി വാങ്ങി പ്രേമൻ. അപ്പോൾ സജി ചെറിയാനാണോ, സാംസ്കാരിക സെക്രട്ടറിക്കാണോ, അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ ഒരു തോന്നൽ വന്നു, കമ്മ്യൂണിസ്റ്റ് നാട്യങ്ങൾ മാത്രമുള്ള പ്രേമൻ നമ്മുടെ ചെവി കടിക്കല്ലേ എന്നൊരു സംശയം. പണത്തിനായി, അല്ല പണി നന്നായി മേസരി, നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞ കണക്ക് പ്രേമന് ഒരു മുട്ടം പണി കൊടുക്കാൻ തീരുമാനിച്ചു. ആരെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. കാരണം സജി ചെറിയാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു ദ്രോഹിയൊന്നുമല്ല. ഇത് പാർട്ടി തന്നെ ആയിരിക്കും പറഞ്ഞത്. അയാളുടെ അടുത്ത് കളഞ്ഞരേന്ന് ചെവി തൂക്കിയെടുത്ത് വെളിയിടെന്ന് പറഞ്ഞത് പാർട്ടി തന്നെ ആയിരിക്കും. അല്ല, സജി ചെറിയാൻ അതൊന്നും ചെയ്യില്ല. നമ്മൾ ആരെ വിമർശിച്ചാലും അവർ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം. അതാ കണ്ടുപിടിച്ച് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു. ആരെ? റസൂൽ പൂക്കുട്ടിയെ. 24 മണിക്കൂർ എന്നത് 48 മണിക്കൂറാക്കിയാൽ തികയാത്ത പൂക്കുട്ടിയെ കൊണ്ടുവന്നാൽ ശല്യങ്ങൾ പലതും ഒഴിവാക്കാമെന്ന് കൊണ്ടുവന്നവർ കരുതി കാണും. അയാൾ തിരക്കുള്ള മനുഷ്യനായതിനാൽ ഗ്രൂപ്പിസം, തലവേദന ഒന്നും ഉണ്ടാക്കില്ല. ഓഫീസിൽ വന്നിരുന്ന് ഒരു കാര്യത്തിലും ഒരു ഫയലിലും പൂക്കുട്ടിയാകുമ്പോൾ ഇടപെടില്ലല്ലോ. അക്കാദമി സ്റ്റാഫിനും സെക്രട്ടറിക്കും തോന്നും പോലെ ഭരിക്കാം. പൂക്കുട്ടി പറയില്ലെങ്കിലും ഒരു മുസ്ലിമിനെ ചെയർമാനാക്കിയെന്ന മേനിയും പറയാം. റസൂൽ പൂക്കുട്ടി എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു ഗുമ്മം കിട്ടും. കാരണം ഓസ്കർ അവാർഡ് ജേതാവല്ലേ. മുസ്ലിമായ പെണ്ണുപിടിയൻ ചെയർമാൻ പോയെങ്കിലും മറ്റൊരു മുസ്ലിമിനെ കൊണ്ടുവന്നല്ലോ ഞങ്ങളെന്ന് അഭിമാനത്തോടെ പറയാം. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് മറ്റേടത്ത് വച്ചതുപോലെയായി പൂക്കുട്ടിയുടെ നിയമനം. അയാളുടെ ചില നിലപാടുകൾ ബഹുത്ത് അച്ചാഹേ എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അതാരും അധികം ചർച്ച ചെയ്ത് കണ്ടില്ല. എന്തുകൊണ്ടോ? ഈ കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്യാനായി നിശ്ചയിച്ച 30ഓളം വിദേശ സിനിമകളെ വിദേശ നയം പറഞ്ഞ് ഇന്ത്യ ഗവൺമെൻറ് തടഞ്ഞല്ലോ. തടഞ്ഞാലും കളിക്കുമെന്നൊക്കെ പിണറായി വിജയൻ ഗുണ്ടടിക്കുകയും ചെയ്തു. അപ്പോഴാണ് തലയിൽ കന്നഡ വെച്ച പൂക്കുട്ടിയുടെ ഒരു കാച്ച്. ഫെസ്റ്റിവലാണോ വലുത്, നമ്മുടെ ദേശീയതയാണോ വലുത് എന്നാണ് പൂക്കുട്ടി ചോദിച്ചത്. ഓസ്കാറിൽ വരെ
ഊം വെച്ച് കളിച്ച പൂക്കുട്ടിയെ ഒരു സ്ഥാനത്തിരുത്തിയാൽ അയാൾ ദേശീയതയും അതിനപ്പുറവും പറയുമെന്ന് ബുദ്ധിമാനായ പിണറായിയോ ബുദ്ധിശൂന്യനായ ഗോവിന്ദ മാഷോ സജി ചെറിയാനോ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. പറഞ്ഞിങ്ങി പോകുന്നു. ഫെസ്റ്റിവൽ ഭംഗയായി നടത്തിയതോ 10,000 റൂഫാക്കി ഒരു ചെയർമാനെ കിട്ടിയതോ ഒന്നും നോക്കിയില്ല എൻ്റെ പാർട്ടി. ആശാ വർക്കർമാരുടെ സമരത്തിൽ സുരേഷ് ഗോപിയും രാഹുൽ തേങ്ങാക്കൂട്ടത്തിനും ഒക്കെ പിന്തുണ നൽകാമെങ്കിൽ ഞാനും പിന്തുണയ്ക്കുമെന്ന് പ്രേമന് തോന്നി. ഒരു പാർട്ടി പരിപാടിയിൽ തന്നെ പ്രേമൻ അതങ്ങ് വച്ച് കാച്ചി. സമരം ചെയ്തവരും അറിഞ്ഞില്ല, പ്രേമനടക്കമുള്ളവരും കണ്ടില്ല. ഈ ആശാ സമരം ഒരു ഓലപ്പാമ്പാണ്. SUCI എന്ന് പറഞ്ഞ പാർട്ടി സ്പോൺസേഡ് ആക്കിയതാണ് ഈ പ്രോഗ്രാമെന്നോ ഈ സമരമെന്നോ പ്രതിപക്ഷം കിട്ടിയ വടിയൊക്കെ വച്ചടിക്കുന്ന കൂട്ടത്തിൽ ആശാ സമരവും എടുത്തതാണ് എന്നൊന്നും പുതിയ ബുദ്ധിജീവി ലംബോ പ്രേമൻ കണ്ടില്ല. അയാൾ വെച്ചങ്ങ് കാച്ചി. ഞാൻ നേരത്തെ മുമ്പിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ഡയറക്ടറായി ഇരുന്നുകൊണ്ട് ഞാൻ നമ്മുടെ ചാനലിൽ AK ബാലനെ ഒരുപാട് പ്രാവശ്യം വിമർശിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി അത് തെറ്റാണെന്ന്. സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ഡയറക്ടറായിരിക്കുക, എന്നിട്ട് ആ വകുപ്പിൻ്റെ മന്ത്രിയെ വിമർശിക്കുക. ഞാനതുകൊണ്ടാണ് നമ്മൾ ഒഴിഞ്ഞു മാറിയത്. 2 വർഷത്തോളം ഞാൻ പിന്നെ മീറ്റിങ്ങിനേ പോയിട്ടില്ല. 3 തവണ പോയില്ലെങ്കിൽ പുറത്താവുമെന്നാണ്. പക്ഷേ എന്നെ P. ശിവകുമാർ പുറത്താക്കിയില്ല. ഞാൻ 2 വർഷം പോയിട്ടില്ല, 3 വർഷമേ ഞാൻ ഇരുന്നുള്ളൂ. പ്രേമനും വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഇരുന്നുകൊണ്ട് ഈ ഭരിക്കുന്ന ഇയാളെ വച്ച സർക്കാരിനെതിരെ സംസാരിക്കുന്ന, അതിനുവേണ്ടി സുരേഷ് ഗോപി അടക്കം ഏതെല്ലാം പ്രതിപക്ഷത്ത് ആരെല്ലാം ഉണ്ടോ എല്ലാവരും ചെന്ന് സുരേഷ് ഗോപിക്ക് ചെന്ന് മഴക്കോട്ട് കൊണ്ടുവന്ന് കുടയെ കൊണ്ടുവന്ന് ഡാൻസൊക്കെ കളിച്ചല്ലോ. ഇപ്പോൾ 1000 രൂപ കൂട്ടിയപ്പോൾ കാണാനില്ല. സംസ്ഥാന സർക്കാർ ബജറ്റിൽ 1000 രൂപ കൂട്ടിയപ്പോൾ സുരേഷ് ഗോപിയൊന്നും കാണാനുമില്ല. ഈ SUCI ചേച്ചിമാരെയും കാണാനില്ല. കാതിൽ കമ്മലൊന്നും ഇടാതെ പൊട്ടൊന്നും ഇടാതെ നടക്കുന്ന കുറേ SUCIക്കാരാണല്ലോ അതിൻ്റെ തലപ്പത്ത് നിന്നത്. കള്ളത്തരം അല്ലാതെ ഒരു വക പറയില്ല. അവരെ കൂടെ പോയി ചേർന്നതാണ്, അല്ലെങ്കിൽ പുതിയ ബുദ്ധിജീവിയായ ലംബോ പ്രേമൻ അവിടെ വച്ച് കാച്ചിയതാണ് പ്രശ്നമായത്. അടിസ്ഥാന വർഗത്തിൻ്റെ കാര്യം തുറന്നു പറയുമ്പോൾ പിണറായിയും സംഘവും എന്നെ ഉത്തമ കമ്മ്യൂണിസ്റ്റ് എന്ന് മറ്റേ പെണ്ണുപിടിയും ചെയർമാൻ നൽകിയതുപോലെ എന്നെയും ചാപ്പ കുത്തുമെന്ന് പ്രേമൻ കരുതി. മറ്റേ ആളെങ്ങനെയാണല്ലോ, അണ്ടർവെയർ വരെ അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇട്ടുകൊണ്ട് നടന്ന ആ പെണ്ണുപിടിയും ചെയർമാൻ സ്ഥാനത്തും അസ്ഥാനത്തും മോദിയെ ചീത്ത പറയുകയും പിണറായി സ്തുതിഗീതങ്ങൾ പറയുകയും ചെയ്തല്ലേ വിശ്വാസ്യത നേടിയെടുത്തത്. അതുകൊണ്ടാണല്ലോ 5 വർഷവും കഴിഞ്ഞ് അയാളെ ഇരുത്തിയത്. എടാ, പെണ്ണ് പിടിച്ചാൽ കുഴപ്പമില്ല, നീ ആണായോണ്ടല്ലേ പെണ്ണ് പിടിച്ചേ. നിനക്ക് നീ ഒരു പടത്തിൽ നായികയാക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് സർക്കാരിൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ട് 1 വർഷം ഉപയോഗിച്ചെങ്കിൽ നീ ആണ്ടാമെടുക്കാൻ. ഒന്നാമത് നിന്നെ അങ്ങ് കളയാൻ പറ്റില്ല, കാരണം നീ മുസ്ലിം അല്ലേ. മുസ്ലിം സ്നേഹം അങ്ങ് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന കാലമായിരുന്നു. അതുപോലെ എന്നെയും കൊണ്ടു നടക്കുമെന്ന് പാവം പ്രേമൻ കരുതി. സംഗതി ഉൾട്ടയടിച്ചു എന്ന് പറയാം. പ്രേമൻ ഔട്ടായി. പ്രേമ, ഞങ്ങളുടെ നിലപാടിൽ നിന്ന് വെള്ളം ചേർക്കുന്ന താങ്കളെ ഞങ്ങൾക്ക് ചുമക്കാനാവില്ല, കാലാവധി കഴിഞ്ഞു എന്ന പേരിൽ ഞങ്ങൾ പ്രേമനെ മാറ്റും. പകരം റസൂൽ പൂക്കുട്ടിയെ കൊണ്ടുവരുമെന്ന് ഒരു വാക്ക് സജി ചെറിയാന് പറയാമായിരുന്നു പ്രേമനോട്, പക്ഷെ പറഞ്ഞില്ല. അതാണല്ലോ ഇപ്പോൾ പ്രേമം വെച്ച് കളിച്ചത്. നല്ല കറക്റ്റ് സമയത്ത് പണി കൊടുത്തത് കണ്ടില്ലേ. 3 വർഷം കഴിഞ്ഞ മധുപാലിനെ അടക്കം അതേ കസേരയിൽ ഇരുത്തിയിരിക്കുന്നു. 10 വർഷമായി ഭാരത് ഭവനിൽ പ്രമോദ് പയ്യന്നൂർ ഒരൊറ്റ ഇരിപ്പിരിക്കുകയാണ്. 10 വർഷമായിട്ട്. 3 വർഷമല്ല, 6 വർഷമല്ല, 9 വർഷമല്ല, 10 വർഷമായിട്ട് ഒരേ കസേരയിൽ ഇരുത്തിയിരിക്കുകയാണ് സെക്രട്ടറിയായിട്ട്. എന്നെ മാത്രം ഇറക്കുന്നു എന്ന് ചോദിച്ചത് പ്രേമൻ്റെ എന്താ പറയുക, ഒരു ന്യായമായ സംശയമാണ്. പ്രേമനെ മാന്യമായി പൂക്കുട്ടിക്ക് കസേര മാറിക്കൊടുത്തേനെ. അങ്ങനെ ആയിരുന്നാലും പ്രേംകുമാർ മറുകണ്ഠം ചാടും. എങ്കിലും ഇത്രയും നാണക്കേട് എൻ്റെ പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ റസൂൽ പൂക്കുട്ടി വരികയാണ്, നിങ്ങളുടെ കാലാവധി കഴിഞ്ഞു, പ്രേമം മാറിക്കോ എന്ന് പറഞ്ഞാലും പ്രേമൻ അപ്പുറത്ത് UDF-ലോട്ട് കോൺഗ്രസ്സിലോട്ട് ചാടുമെന്നുള്ള ഒരു ഉറപ്പാണെങ്കിലും ഇപ്പോൾ ഉണ്ടായ അത്രയും ദോഷം ഉണ്ടാവില്ലായിരുന്നു. പ്രേമൻ ചോദിക്കുന്ന ന്യായമായ ചോദ്യം കേട്ടില്ലേ? കമ്മ്യൂണിസം വളരാൻ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണം സഖാക്കളെ എന്ന് കൊണ്ടുപിടിച്ച് പറയുന്ന സച്ചിദാനന്ദൻ കവിയെ വീണ്ടും 2 മാസത്തേക്ക് നീട്ടിക്കൊടുക്കുന്ന സർക്കാർ എന്നെ മാന്യമായി പറഞ്ഞു വിട്ടില്ല എന്നാണ് ലംബോ പ്രേമൻ പറയുന്നത്. ആ പറയുന്നതിൽ ഒരു സഹതാപ വശമുണ്ട്, ന്യായമുണ്ട് എന്ന പക്ഷക്കാരനാണ് ഞാൻ. സംസ്ഥാന സർക്കാരിൻ്റെ കോപ്പ് ഫിലിം ഫെസ്റ്റിവലല്ല എനിക്ക് മുഖ്യം. റിലീസായിട്ട് 100 വർഷം പിന്നിട്ട സിനിമയെ വരെ തടയുന്ന കേന്ദ്രത്തിൻ്റെ നയതന്ത്രം, ദേശീയത ഒക്കെയാണ് എനിക്ക് പഥ്യം എന്ന് പറയുന്ന പൂക്കുട്ടിയോട് മൃദു സമീപനമാണ് ഈ സർക്കാർ എടുക്കുന്നത്. പൂക്കുട്ടിയെ വിളിച്ചു വരുത്തി പിണറായി വിജയൻ തന്നെ പറയണ്ടേ,
ഞാൻ ആ പടങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞെടുത്ത് അത് കാണിക്കില്ല എന്ന് പറയാൻ താൻ ആരോടോ ഒന്ന് കേൾക്കണ്ടേ, ഇറങ്ങിപ്പോളോ എന്ന് പറയണ്ടേ? പക്ഷേ പറയില്ല. അത് പൂക്കുട്ടി ആയതുകൊണ്ട് പറയില്ല. പൂക്കുട്ടിയാണെങ്കിൽ ഫസ്റ്റ് ചെയർമാനും മാർക്കറ്റിനെ അങ്ങനെ വേണം പറയാം, ഫസ്റ്റ് ചെയർമാനായിരുന്നു. ഫെസ്റ്റിവൽ കലണ്ടറിൽ ഇടം പിടിച്ച IFFK അത് നിന്ന് നടത്തേണ്ട പൂക്കുട്ടി വന്നത് ഗസ്റ്റുകൾ വരുന്നത് പോലെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നു. തൻ്റെ പേരിട്ടിച്ച സീറ്റ് തേടി നടക്കുന്ന കാഴ്ച എൻ്റെ ഈ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. അജയ് ചന്ദ്രൻ്റെയും ശിവൻ്റെയും ഒക്കെ നല്ല സമയം എന്ന് ഞാൻ പറയും. തോന്നുന്ന പടി അക്കാഡമി ഭരിച്ച് ഒരു പരുവമാക്കാം. ഇവർക്ക് ചില നേതാക്കളുടെ വാരിക്കോരിയുള്ള പിന്തുണയുണ്ട് എന്ന് ഞാൻ അറിയുന്നു. AK ബാലൻ്റെ കാലത്ത് ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടന വേദിയിൽ പ്രഖ്യാപിച്ചതാണ് ഫിലിം ഫെസ്റ്റിവൽ കോംപ്ലക്സ്. 6 തിയേറ്റർ കോംപ്ലക്സ് അടക്കമുള്ള ഫിലിം ഫെസ്റ്റിവൽ കോംപ്ലക്സ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പണിയാൻ പ്ലാൻ ഇട്ടു. പണിതോളൂ, അത് KSFDCയുടെ വകയായിരിക്കുമെന്ന് അന്നത്തെ KSFDCയുടെ ചെയർമാനായിരുന്ന ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞു. തിരുവല്ലത്തായിരുന്നെങ്കിൽ ഫെസ്റ്റിവൽ കോംപ്ലക്സ് മനോഹരമായിരുന്നതിന്. കാരണം എയർപോർട്ടിൽ നിന്ന് വരാൻ അടുത്താണ്. വിശാലമായ ബൈപ്പാസ് റോഡ് തിരുവല്ലം വഴിയാണ് കടന്നു പോകുന്നത്. എന്നിട്ടും ദൂരം കൂടുതൽ എന്ന കാഴ്ചപ്പാടാണ് ഇവിടെ ഉണ്ടായത്. ബൈപ്പാസ് ഉണ്ട്, 10,000 കാറിനിടാം. പക്ഷേ ബൈപ്പാസിൽ നിന്നും 2 കിലോമീറ്റർ കുന്നു കയറിയാൽ സാഹസമാണ് എന്നൊക്കെ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ മനോരമ പത്രത്തിൽ വച്ച് കാച്ചി. ചലച്ചിത്രമേളകളൊക്കെ നഗരമധ്യത്തിൽ ശ്വാസം മുട്ടുന്ന തിരക്കിൽ തന്നെ വേണം എന്നാണ് അടൂർ കാച്ചുന്നത്. നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ക്യാനിലോ ഒരു വിദേശ രാജ്യത്തെ ഒരു ഫെസ്റ്റിവലിന് നമ്മൾ പോയിട്ടില്ല. അടൂർ സാർ പോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തടത്ത് തന്നെ ഫിലിം ഫെസ്റ്റിവൽ നടത്തണം. എല്ലാ നഗരങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണെന്നാണ് അദ്ദേഹം വെച്ച് കാച്ചിയത്. തിരുവനന്തപുരത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് 20 കിലോമീറ്റർ ദൂരമുണ്ട് തിരുവനന്തപുരത്ത് എന്ന കണക്കും അദ്ദേഹം വെച്ച് കാച്ചി. ഇത് ഏത് സ്കൂളിൽ പഠിച്ച കണക്ക് പുള്ളി പറഞ്ഞതാണ്. തിരുവനന്തപുരത്തിനടുത്ത് ഒരറ്റം എന്ന് പറഞ്ഞാൽ പാറശാലയാണ്. പാറശാലയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരാൻ ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെയാണ് കണക്ക് പറയണേ. എനിക്കറിയില്ല അദ്ദേഹം പറയുന്നത്. നഗരഹൃദയമായ കിഴക്കേക്കോട്ടയിൽ നിന്നും 8 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ സാറേ എന്ന് ആരും തിരിച്ചു ചോദിക്കുന്നില്ല. കാരണം അടൂരായതുകൊണ്ട്. അടൂർ താമസിക്കുന്ന ആക്കുളത്ത് നിന്ന് പോലും 10 കിലോമീറ്റർ ബൈപ്പാസിലൂടെ പറന്നെത്താം. പക്ഷേ കക്ഷിക്ക് വഴി നടക്കാൻ നിവർത്തിയില്ലാത്ത സിറ്റിയിൽ തന്നെ വേണം കോംപ്ലക്സ്. ചിത്രാഞ്ജലി സ്ഥിതി ചെയ്യുന്ന തിരുവല്ലത്ത് ഒരു C ക്ലാസ് തിയേറ്റർ ഉണ്ടായിരുന്നു, ശ്രീനാരായണ. ഞാൻ അവിടെ പോയാണ് സ്വാമിയായി ഇപ്പോൾ സിനിമ കണ്ടത്. അത് ആളില്ലാതായപ്പോൾ ഈ പറട്ട തിയേറ്ററിലൊന്നും ഇപ്പോൾ ആരും പോകില്ല, അവർ നന്നാക്കാൻ തയ്യാറുമല്ല. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റുന്ന ശ്രീനാരായണ പൂട്ടി. 10, 20, 5 പേരൊക്കെയാണ് സിനിമ കാണാൻ വരുന്നത്. അങ്ങനെ പൂട്ടിയപ്പോൾ സ്വാമിയായിപ്പം വന്നപ്പോൾ ഹൗസ്ഫുള്ളായിരുന്നു. അങ്ങനെ അത് പൂട്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ, ശ്രീനാരായണയെ കല്യാണ മണ്ഡപമാക്കി മാറ്റി. അപ്പോൾ അടൂർ പറയുന്നത് ഉണ്ടായിരുന്ന ഒരു തിയേറ്റർ പോലും പൂട്ടിയ ഒരു ഗ്രാമമാണ് തിരുവല്ലം. അതാണ് എൻ്റെ പ്രശ്നമെന്നാണ് അടൂർ പറയുന്നത്. അടൂർ പറയുന്നത് ഗ്രാമത്തിലൊന്നും ഫെസ്റ്റിവലിൻ്റെ കോംപ്ലക്സ് പണിയരുത്. ഒന്നാമത് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, അതുവരെ പൂട്ടിക്കളഞ്ഞ സിനിമ കാണാൻ വരാത്ത അലവലാദികളല്ലേ അവിടെ ഉള്ളതെന്നല്ലേ എൻ്റെ അർത്ഥം. വിഴിഞ്ഞം തുറമുഖം തിരുവല്ലത്ത് നിന്ന് 6 കിലോമീറ്ററേ ഉള്ളൂ. 6 ഒരു ബൈപ്പാസ് ഉള്ളതോ നഗരത്തിൽ നിന്ന് 8 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നതോ ഒന്നും അടൂർ സമ്മതിച്ചു തരുന്നേയില്ല. അവിടെ കയറാൻ തിരുവല്ലം കുന്നു കയറാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹം വാശി പിടിച്ചു. സ്റ്റുഡിയോയെപ്പറ്റി, സിനിമാ നിർമ്മാണത്തെപ്പറ്റി ചുക്കോ ചുണ്ണാമ്പോ എന്നറിഞ്ഞുകൂടാത്ത കുറേ കമ്മ്യൂണിസ്റ്റുകാരെന്ന് തോന്നിപ്പിക്കുന്നവരെ വച്ചാണ് 250 കോടി ചെലവിൽ ഈ ഫെസ്റ്റിവൽ കോംപ്ലക്സും ചിത്രാഞ്ജലി ഫിലിം സിറ്റിയും രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിനൊക്കെ സജി ചെറിയാൻ്റെ വങ്കത്തരമായേ ഞാൻ പറയുള്ളൂ. ആ കമ്മിറ്റി വായിച്ചാൽ സത്യം പറഞ്ഞാൽ നിങ്ങളും പറയും, അയ്യോ ഇയാളൊരു പൊട്ടനാണോ എന്ന് ചോദിക്കും. ഇങ്ങനെ സജി ചെറിയാനെ പറയുമ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മുഖ്യമന്ത്രിയോ ഗോവിന്ദ മാഷോ അറിയാതെ ഈ ഫിലിം ഫെസ്റ്റിവൽ കോംപ്ലക്സിനും ഫിലിം സിറ്റിക്കും വേണ്ടിയുള്ള കമ്മിറ്റി വരികയില്ല. അത്ര ഗൗരവമേ ഈ സർക്കാർ സിനിമയ്ക്ക് നൽകുന്നുള്ളൂ. RK എന്ന രാധാകൃഷ്ണൻ, നേമം പുഷ്പരാജ്, രാജീവ് അഞ്ചൽ, പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ട് കലാസംവിധാനം നിർവഹിക്കാൻ അറിയാവുന്നവർ, ലൈവിൽ നിൽക്കുന്ന എത്രയോ നിർമ്മാതാക്കൾ ഒക്കെ തലസ്ഥാനത്തുണ്ട്, സംവിധായകരുണ്ട്. ഇവരെ ആരെയും വേണ്ട, ഫിലിം സിറ്റി ഉണ്ടാക്കാൻ ജാട തൊഴിലാളികൾ മതി എന്ന് ഈ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ സജി ചെറിയാന് തോന്നിക്കാണും. തിരുവല്ലം കുന്നുകയറി നോക്കിക്കേ, ഷാജിയൻ കരുൺ കോൺക്രീറ്റ് വനമാക്കി മാറ്റി. അതിനെ നശിപ്പിച്ച് ഇട്ടിരിക്കുകയാണ് ചിത്രാഞ്ജലിയുടെ സ്റ്റുഡിയോയുടെ മുൻവശം മുഴുവൻ. ഹാബിറ്റാറ്റ് ശങ്കറിനെങ്കിലും
ഇവർ ഓർക്കണമായിരുന്നു. അടൂര് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. പിന്നെ ചിത്താഞ്ജലി ഫിലിസിറ്റി ഈ സർക്കാർ പറഞ്ഞിട്ട് നടപ്പിലാകാത്ത മറ്റൊരു പ്രോജക്റ്റാണ്. ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ രൂപീകരിച്ചു ഫിലിസിറ്റി ഉണ്ടാക്കാനായിട്ട്. ആരൊക്കെയാണെന്നോ ആ മഹാരഥന്മാർ? കവി സച്ചിദാനന്ദൻ. സിനിമയുടെ ഫിലിസിറ്റി ഉണ്ടാക്കുന്നത് കവി സച്ചിദാനന്ദൻ എന്താ റോള്? കർണാടക സംഗീതജ്ഞൻ ടി എ കൃഷ്ണൻ, സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ, ബോസ് കൃഷ്ണമാചാരി, കാനായി കുഞ്ഞിരാമൻ, വി കെ ജോസഫ്, മേതിൽ ദേവിക, പി ടി ഐ ശശികുമാർ, മല്ലിക സാരാഭായ്, സംഗീത നാടക അക്കാദമി സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ, അദ്ദേഹം മരിച്ചുപോയി, സാഹിത്യ അക്കാദമി സെക്രട്ടറി കെ പി മോഹനൻ, കോസ്റ്റ് ഫോർഡ് ആർക്കിടെക്ട് പി ബി സാജൻ. ഇവരാണ് വിദഗ്ധ സമിതി. എന്തിനാണ്? ഫിലിം സിറ്റി ഉണ്ടാക്കാൻ. പിന്നെ എന്താ പറയുക, ആർക്കിടെക്റ്റ് ജയചന്ദ്രൻ, റസൂൽ പൂക്കുട്ടി, എഡിറ്റർ ബി അജിത്ത്, കലാസംവിധായകൻ സാബു സിറിള്, സന്തോഷ് രാമൻ, മധു അമ്പാട്ട്, കെ യു മോഹനൻ മുതലായവരാണ് മറ്റ് ആൾക്കാർ. റസൂൽ പൂക്കുട്ടി, ബീന പോൾ, ഷാജിയൻ കരുൺ, സൂര്യ കൃഷ്ണമൂർത്തി, ടി കെ രാജീവ്കുമാർ എന്നിവരാണ് ഫെസ്റ്റിവൽ കോംപ്ലക്സ് നിർമ്മാണത്തിന് തീരുമാനിച്ച സമിതിക്കാർ. ഫിലിം സിറ്റിക്ക് 150 കോടി രൂപയും ഫിലിം ഫെസ്റ്റിവൽ കോംപ്ലക്സിന് 100 കോടി രൂപയും ചെലവിടാം എന്ന് തീരുമാനിച്ചു. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്ന വിവാദ കമ്പനിയാണ് കൺസൾട്ടൻസി ആക്കി മാറ്റിയത്. നിങ്ങൾക്ക് അറിയാമോ? എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്ന് പറയുന്നതിലൂടെയാണ് സ്വപ്ന സുരേഷ് ഈത്തപ്പഴത്തിൽ സ്വർണം, ബൈബിളിൽ സ്വർണം, കുട്ടുവത്തിൽ സ്വർണം എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായില്ലേ? ആ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥയാണ് സ്വപ്ന സുരേഷ്. അപ്പോൾ ആ കമ്പനിയെ തന്നെ ഇതിൻ്റെ കൺസൾട്ടൻസി ആക്കണം എന്ന് ആര് തീരുമാനിച്ചോ അവർക്ക് വേറെന്തോ ചിന്തകളുണ്ടായിരുന്നു എന്ന് ഞാൻ പറയും. അത് കമ്മ്യൂണിസ്റ്റ് അല്ല, കോൺഗ്രസ് അല്ല, BJP അല്ല, ആര് ഭരിച്ചാലും ശരി എന്തോ കൈയിട്ട് വാരാനാണ് ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനെ വച്ചത് എന്ന് ഞാൻ പറയും. എന്നിട്ട് എന്തായി? കുറേ കോടികൾ തിന്നു തീർത്ത് കാണും. ഫിലിം സിറ്റിയും വന്നില്ല, ഫെസ്റ്റിവൽ കോംപ്ലക്സും വന്നില്ല. ഇതാണ് സജി ചെറിയാൻ മന്ത്രിയുടെ ഭരണ നൈപുണ്യം. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചതുപോലെ സച്ചിദാനന്ദൻ എന്തിനാവും ഈ കമ്മിറ്റിയിൽ? മേതിൽ ദേവിക, അവർ നർത്തകിയാണ്, മുകേഷിൻ്റെ മുൻ ഭാര്യ. എം ജയചന്ദ്രൻ, നമ്മുടെ സംഗീത സംവിധായകൻ പാവൻ ജയചന്ദ്രൻ, ടി എ കൃഷ്ണൻ, വി കെ ജോസഫ്, മല്ലിക സാരാഭായ്, പി ടി ശശികുമാർ, പിന്നെ കുറേ സെക്രട്ടറിമാർ, റസൂൽ പൂക്കുട്ടി, എഡിറ്റർ അജിത്ത്, ബീന പോൾ, സൂര്യ കൃഷ്ണമൂർത്തി. ഇവരൊക്കെയാണോ ഒരു ഫെസ്റ്റിവൽ കോംപ്ലക്സിനും ഫിലിം സിറ്റിയും പണിയാനുള്ള കമ്മിറ്റിക്കാർ? കാട്ടിലെ തടി തേവരാന വലിയടാ വലി എന്ന് പറഞ്ഞതുപോലെ വേറെ ആർക്കോ ഇതിൽ കാശുണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ള കുറേ വഴിപാടുകളുടെ പേര് വെച്ചതായിരിക്കണം. ഇവരെല്ലാം അവരവരുടെ രംഗത്ത് പ്രശസ്തരാണ്. പക്ഷേ ഈ ഫിലിം ഫെസ്റ്റിവൽ കോംപ്ലക്സ് ഉണ്ടാക്കുന്നിടത്തും ഫിലിം സിറ്റി ഉണ്ടാക്കുന്നിടത്ത് ഇവർക്ക് എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്ന കാലത്ത് ഗണേശനായിരുന്നു സിനിമാ മന്ത്രിയെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റിലെ സാബു സിറിൾ ഒഴികെ ഒറ്റ എണ്ണത്തിനെ തിരുവല്ലം കുന്നു കയറാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ RK രാധാകൃഷ്ണനെ പോലെ, പുഷ്പരാജിനെ പോലെ, ബോബനെ പോലെ ഈ സിനിമ അറിയാവുന്ന, കലാസംവിധാനം അറിയാവുന്ന അത്തരം ആൾക്കാരെ ഗണേശനെ പോലുള്ള ഒരാൾ വയ്ക്കുള്ളായിരുന്നു. ഇനി പ്രേംകുമാറിൻ്റെ കാര്യം, അയാളെ മാന്യമായി മാറ്റാത്തതിനെ പരസ്യമായി വിമർശിച്ചത് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ മാത്രമായിരുന്നു എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം. നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. പ്രേമനെ മാറ്റിയപ്പോൾ, അല്ലെങ്കിൽ പ്രേമനെ മാറ്റേണ്ട രീതിയിൽ മാറ്റാത്തപ്പോൾ അതിനെ വിമർശിച്ച ഒരൊറ്റ ചാനൽ നമ്മുടേതായിരുന്നു. പെന്തക്കോസ്തുകാരനോ മറ്റോ ആണ് പ്രേമൻ. അപ്പോൾ അയാൾക്ക് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ കഴിയില്ല. ഇവർ മണ്ടന്മാർ വിശ്വസിച്ചാണ് ഇയാൾ കമ്മ്യൂണിസ്റ്റ് എന്ന്. ഇയാൾക്ക് കമ്മ്യൂണിസ്റ്റ് ഒന്നും ആവാൻ പറ്റില്ല. പെന്തക്കോസ്തുകാരൻ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനവിടെ, അത് അയാളുടെ സ്വകാര്യം എന്ന് പറയാം. നല്ല ഫ്ലെക്സിബിളാണ് താനെന്ന് പ്രേമൻ ഒരുപാടടുത്ത് തെളിയിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ പുരോഗമനപരമായ 4 തള്ളു തള്ളിയപ്പോൾ മണ്ടന്മാരായ എൻ്റെ പാർട്ടിക്കാർ കരുതി ഇവൻ നല്ല ചോപ്പനാണെന്ന്. ചുമ്മാതിരിക്കാതെ 4 ലേഖനം എഴുതി പ്രേമ ദേശാഭിമാനിയിലെന്ന് പറഞ്ഞപ്പോൾ പ്രേമൻ എഴുതി തള്ളിക്കൊടുത്തു. വെറും നാടകക്കാരനായ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആക്കാനോ മെമ്പറാക്കാനോ എൻ്റെ എന്താ പറയുക പാർട്ടിക്ക് ഒരു സംശയവും തോന്നിയില്ല. ആക്കി. സ്വന്തം കാറിൽ വൈസ് ചെയർമാൻ ബോർഡും വെച്ച് പ്രേമൻ കറങ്ങി. കേന്ദ്ര സഹമന്ത്രി എന്നാണ് പേരെങ്കിലും ഭരണസിരാ കേന്ദ്രത്തിൽ ഒരു റോളുമില്ലാത്ത നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയെ പോലെ ഒരു പണിയും പ്രേമന് കൊടുക്കാതെ രഞ്ജിത്ത് അധികാരം കൈവശം വെച്ചപ്പോഴും
പ്രേമൻ പരിഭവം പറയാതെ പരാതി പറയാതെ ബോർഡും വെച്ച് അങ്ങനെ കറങ്ങി നടന്നു കുറേ കാലം. കോഴിക്കോട്ട് ബോധമില്ലാതെ നടക്കുന്ന രഞ്ജിത്ത് വരാത്തതിനാൽ എറണാകുളം വരെയുള്ള വല്ല സിനിമാക്കാരനും ചത്താൽ പോയി റീത്ത് വയ്ക്കാൻ മാത്രമായിരുന്നു അക്കാലത്ത് പ്രേമൻ്റെ പണി. 10,000 കുലുവ ശമ്പളവും കാറിലൊരു ബോർഡും. ഇപ്പം പറയുന്നത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റേ അല്ല, എൻ്റെ അപ്പൻ കോൺഗ്രസ് എന്താ പറയുക കോൺഗ്രസ്സാണ്, എൻ്റെ അപ്പൻ്റെ അപ്പൻ ഉത്തമ കോൺഗ്രസ്സാണ്, ഞാനും കോൺഗ്രസ്സാണ് എന്നാണ്. ഈ കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിട്ടിട്ട് കാക്ക പാവം അടയിരിക്കും. പറക്കാറാവുമ്പോൾ വിരിഞ്ഞ് പറക്കാറാവുമ്പോൾ കുയിൽ ഒരു ദിവസം കാക്കയെ നോക്കി ഒരൊറ്റ കൂവൽ കൂകിയിട്ട് പറന്നങ്ങ് പോകും. അതുപോലെയാണ് പ്രേമം പറയുന്നത്, എൻ്റെ അപ്പൻ കോൺഗ്രസ്, അപ്പൻ്റെ അപ്പൻ ഉത്തമ കോൺഗ്രസ്, ഞാനും കോൺഗ്രസ്. ഞാൻ ചോദിക്കട്ടെ പ്രേമ, നാണം മാനം അല്പം ഉണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എല്ലും കഷ്ണത്തിൽ കയറി കടിക്കാമോ ഈ ഉത്തമ കോൺഗ്രസ്സുകാരാ എന്നാണ് എനിക്ക് പ്രേമനോട് ചോദിക്കാനുള്ളത്. നാളെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ചെയർമാൻ സ്ഥാനം വച്ച് നീട്ടിയാലും പ്രേംകുമാർ ചാടി പിടിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. ഈ പാർട്ടി അല്ലാതെ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനും ചെയർമാൻ്റെ ചുമതലയും തരുമോ എന്നാണ് എനിക്ക് പ്രേമൻ ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ കൊടുക്കൂ, ഉത്തമ കോൺഗ്രസ്സുകാരനായ പ്രേമനെ അക്കാദമി ചെയർമാനാക്കൂ, വിവരം അറിയും. ചെയർമാൻ്റെ ചുമതലയും പ്രേമന് നൽകില്ല. അപ്പനും അപ്പൂപ്പനും കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ UDF ഭരിക്കുമ്പോൾ തരാഞ്ഞതെന്താ? പ്രേമ ഉത്തരം പറയേണ്ടതാണ്. ഞാൻ ഉത്തമ കോൺഗ്രസ് ആണെങ്കിൽ, ഞാൻ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല, ഞാൻ ഉത്തമ കോൺഗ്രസ് ആണ് എന്ന് പറയുന്നെങ്കിൽ പ്രേമ ഇപ്പം നിന്നെ കൊണ്ടു നടക്കുന്നില്ലേ, കൊല്ലത്തൊക്കെ കൊണ്ടുവന്ന് സ്വീകരണവും മാലയിടക്കമൊക്കെ നടത്തുന്നുണ്ടല്ലോ. VD സതീശാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇപ്പോൾ പ്രേമനെ പറ്റിയാ പറയണേ. ആ പ്രേമനെ എന്തുകൊണ്ട് സതീശ അല്ല പ്രേമ നിന്നെ അക്കാദമിയുടെ ചെയർമാനായിട്ട് അവർ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു GC മെമ്പറെങ്കിലും നിന്നെ ആക്കിയിട്ടുണ്ടോ? ആക്കില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സതീശൻ മച്ചമ്പിയായി കൊണ്ട് നടക്കുന്നത് LDF തന്നെ എടുത്തത് കൊണ്ടാണെന്നുള്ള സാമാന്യ ബോധമെങ്കിലും പ്രേമന് വേണമായിരുന്നു. സജി ചെറിയാൻ ചെയ്തതിൽ എതിർപ്പുണ്ടെങ്കിൽ, ആണൊരുത്തനാണ് പ്രേമനെങ്കിൽ അന്ന് പറയണമായിരുന്നു. പിന്നെ സജി ചെറിയാൻ വച്ച പ്രോഗ്രാമുകളിലൊന്നും പോകരുതുമായിരുന്നു. എന്നെ ചവിട്ടി പുറത്താക്കി എന്നാണ് പ്രേമന് പരിഭവമെങ്കിൽ, പ്രേമനൊരാണാണെങ്കിൽ അന്ന് ഇത് പച്ചയ്ക്ക് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണ്ടേ. അന്ന് വൈകുന്നേരം നടന്ന പ്രോഗ്രാമിൽ വരെ പ്രേമൻ സജി ചെറിയാൻ്റെ അടുത്ത് പോയിരുന്നു. അതാണ് കക്ഷി. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടാണ് പ്രേമൻ ഈ ഹാലളവുന്നത്. പ്രേമ പോകല്ലേടാന്ന് പറയാൻ ഒരു ജോലിയും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനൊക്കെ പ്രേമൻ്റെ വീട് തേടി പോയി എന്നറിഞ്ഞപ്പോൾ സത്യമായിട്ട് എനിക്ക് നാണം തോന്നി. ഇയാൾക്ക് വേറെ ഒരു പണിയും ഇല്ലെന്ന്. പോകല്ലേ പ്രേമ, നമ്മൾ തന്നെ വീണ്ടും അധികാരത്തിൽ വരും, നിന്നെ ചെയർമാനാക്കാൻ ഞാൻ എന്നൊക്കെ പറയാനായിരിക്കും ഇയാൾ പോയത്. ആര്? കടകംപള്ളി സുരേന്ദ്രൻ പോയത്. നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. പോയെങ്കിൽ പോടാ പോലേ, നീ എവിടെ പോകും എന്നല്ലേ പറയട്ടെ. കഷ്ടമാണ് കേട്ടോ. അപ്പോഴും പ്രേമം കൂടുതൽ പൊങ്ങും. ഇപ്പോൾ അറിയുന്നു കഴക്കൂട്ടത്ത് പ്രേമന് മത്സരിക്കാൻ സാധ്യത ഏറുന്നെന്ന്. കഴിഞ്ഞ തവണ കടകംപള്ളിക്കെതിരെ മത്സരിച്ചത് ഒരു ഡോക്ടർ ലാലായിരുന്നു. എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്, നല്ല മാന്യനായ മനുഷ്യനാണ്. നല്ല മത്സരം അദ്ദേഹം കാഴ്ചവെച്ചതാണ്. ഇത്തവണ ലാൽ വന്നാൽ ഒരുപാട് അലിഗേഷനിൽ നിൽക്കുന്ന കടകംപള്ളി ചിലപ്പോൾ വീണു പോകാനും സാധ്യതയുണ്ട്. പ്രേമൻ നിന്നാൽ ഇപ്പോൾ പറയുന്നു, അവിടെ മുരളീധരനാണല്ലോ BJPയിലെ. പ്രേമൻ നിന്നാൽ 3ാം സ്ഥാനത്ത് പോകുമെന്ന് മാത്രമല്ല, രാവിലെ ഒരു 8, 20, 25 ആകുമ്പം UDFന് ആ സീറ്റ് നഷ്ടപ്പെടും, തോറ്റു എന്നുള്ള വിവരം പുറത്തു വരും. പക്ഷേ പ്രേമൻ അവിടെ നിന്ന് ജയിച്ചാൽ കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി വരെ ആക്കും ചിലപ്പോൾ സതീശൻ. ആക്കും, ചെന്നാൽ മതി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രേമൻ കൗശലക്കാരനാണെന്ന്. കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിച്ചു. മറുകണ്ഠം ചാടാൻ പ്രേമൻ പറയുന്ന ന്യായമാണ് ഫസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3ാമതും ജയിക്കാതെ നല്ല പ്രതിപക്ഷമായിരിക്കണം എന്ന് പറഞ്ഞ സച്ചിദാനന്ദന് 2 മാസം കൂടി നീട്ടിക്കൊടുത്തില്ലേ? അപ്പോൾ പിന്നെ എനിക്ക് എന്താ തരാത്തത് എന്നാണ് ചോദിക്കുന്നത്. മലയാളി മനസ്സിൽ ഒരു ചലനവും സൃഷ്ടിക്കാത്ത കവിയാണ് സച്ചിദാനന്ദനെങ്കിലും അയാൾ എവിടെ നിൽക്കുന്നുവെന്നെങ്കിലും പ്രേമൻ ആലോചിക്കണമായിരുന്നു. പ്രേമൻ എവിടെ നിൽക്കുന്നുവെന്നെങ്കിലും ആലോചിക്കണ്ടായിരുന്നോ പ്രേമ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സഖാവ് വിപ്ലവത്തിൻ്റെ ശുഭ്ര നക്ഷത്രം എന്ന PA ബക്കറിൻ്റെ സിനിമ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രേമൻ വലിയൊരു താരമായേനെ. പ്രേമൻ ഇപ്പോഴും ലംബോ എന്ന് പറഞ്ഞ ടെലിഫിലിമിൽ തന്നെ നിൽക്കുന്ന ഒരേ ഒരാളാണ്.
അതാണ് പ്രേംകുമാർ. ആ പ്രേമൻ പറയുന്നു, സച്ചിദാനന്ദന് ഒരു നീതി, എനിക്കൊരു നീതിയെന്ന്. കമ്മ്യൂണിസ്റ്റാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രേമൻ്റെ വാചകം വഴി വിശ്വസിച്ച് കഴക്കൂട്ട സീറ്റിൽ അലിഗേഷനുള്ള കടകംപള്ളിക്ക് പകരം പരീക്ഷിക്കാനിരിക്കുന്നതാണെന്ന് കഴക്കൂട്ട സഹാക്കളും പറയുന്നു. ഇതിൽ ഏത് സത്യമെന്ന് എനിക്കറിയില്ല. ഈ പ്രേമം മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിലേ ഈ അലിഗേഷൻ ഒരുപാടുള്ള കടകംപള്ളിയെ മാറ്റിയിട്ട് ആ സീറ്റിൽ പ്രേമന് കൊടുക്കാൻ പാർട്ടി ആലോചിച്ചിരുന്നു എന്ന് കഴക്കൂട്ടത്തുള്ള 2-3 സുഹൃത്തുക്കൾ സഖാക്കൾ എന്നെ വിളിച്ചു പറഞ്ഞു. എന്തായാലും കൃത്യസമയത്ത് പ്രേമൻ സത്യം തുറന്നു പറഞ്ഞത് നന്നായി. ഇതാണ് ശരിക്കും ടൈമിങ്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യം തന്നെയാണ്. ഇവിടെ സ്റ്റേജ് നിറയെ നേതാക്കൾ. മറ്റു ചിലയിടത്ത് ഇങ്ങനെയല്ല, അവിടെ സ്വാതന്ത്ര്യമില്ല. തുറന്നു പ്രേമ, പിണറായി വിജയൻ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ അനാവശ്യമായി ഒരു ഈച്ചയ്ക്ക് പോലും കയറാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർ സതീശനും മറ്റേ സണ്ണി ജോസഫൊക്കെ വരുന്നിടത്ത് പുറത്തിരിക്കുന്നവരെക്കാൾ ഇരട്ടി സ്റ്റേജിലുണ്ടാവുമെന്ന് തുറന്നു പറ. അതിന് പകരം അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യം തന്നെയാണ്. ഇവിടെ സ്റ്റേജ് നിറയെ നേതാക്കൾ, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. മറ്റ് ചിലയിടത്ത് ഇങ്ങനെ അല്ല, അങ്ങനെ അല്ലാത്ത പാർട്ടിയാണ് പ്രേമ കമ്മ്യൂണിസ്റ്റ്. അതുകൊണ്ട് അവിടെ സ്വാതന്ത്ര്യമില്ല എന്നാണ് പറഞ്ഞത്. കുറേ കാലം അവരെ കീഴിൽ അക്കാഡമി ചെയർമാൻ്റെ ചുമതലയും വൈസ് ചെയർമാനും ഒക്കെ മെമ്പറും ഒക്കെ ആയിരുന്ന ആളാണ്. ഇപ്പോൾ പറയുന്നു അവിടെ സ്വാതന്ത്ര്യമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും പോലെ തന്നെയാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും. ഇവിടെ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. സംസ്കാര സാഹിത്യ വേദിയായതിനാലാണ് താനിവിടെ വന്നതെന്നും ഒക്കെ കൊല്ലത്ത് പ്രേമം വെച്ച് കാച്ചിക്കളഞ്ഞു. 2019 നോമിനേറ്റ് ചെയ്ത ചലച്ചിത്ര അക്കാദമി ഭരണസമിതിയിൽ പ്രേമനെ അംഗമായി എടുത്തു. 2022 അതിൻ്റെ കാലാവധി കഴിഞ്ഞു. പുതിയ ഭരണസമിതിയിൽ പ്രേമനെ വൈസ് ചെയർപേഴ്സണാക്കി. 2025 മാർച്ചിൽ അതിൻ്റെ കാലാവധിയും കഴിഞ്ഞു. 2024 സെപ്റ്റംബറിൽ രഞ്ജിത്ത് രാജിവെച്ചു. അന്ന് കുറേ കാലമായി ചെയർമാൻ പോസ്റ്റ് ന്യായമായും ആഗ്രഹിക്കുന്ന സിബി മലയിലിന് കൊടുക്കുമായിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ കൊടുത്തില്ല. എത്ര കാലമായി സിബി മലയിൽ ആഗ്രഹിക്കുന്നു അറിയോ? ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചാണ്, സാറേ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ഡയറക്ടറാവണോ, KSFDC ഡയറക്ടറാവണോ, എനിക്കത് ചെയർമാനാകണോ? എനിക്കിത് രണ്ടിലും ചെയർമാനാവാൻ എന്നെ കിട്ടില്ല. എന്നെങ്കിലും എനിക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാവാൻ ആഗ്രഹമുണ്ട് ദിനേശ് എന്ന് എന്നോട് പറഞ്ഞ ആളാണ് സിബി സാർ. ഞാനത് ബി ഉണ്ണികൃഷ്ണന് കൈമാറുകയും ചെയ്തു. ആ മനുഷ്യനെങ്കിലും ഈ രഞ്ജിത്തിനെ പുറത്താക്കിയ സമയത്ത് ഇനിയുള്ള കാലം രണ്ട് വർഷത്തോളം ഉണ്ടല്ലോ, സിബി മലയിൽ ഇരുന്നോട് ചെയർമാൻ എന്ന് പറയണമായിരുന്നു. പക്ഷേ കൊടുത്തില്ല. അവിടെയാണ് പിണറായിയും സജി ചെറിയാനും പിശക് പറ്റിയത്. പകരം ചെയർമാൻ്റെ പോസ്റ്റ് കൂടി വൈസ് ചെയർമാന് കൊടുത്തു. കാലാവധി 2025 മാർച്ചിൽ തീർന്ന പ്രേമൻ 8 മാസം കൂടി അധികകാലം ഇരുന്നു. അതിനുശേഷമാണ് പൂക്കുട്ടി വന്നത് ചെയർമാനായിട്ട്. കുക്കു വന്നു വൈസ് ചെയർമാനായി. 6 വർഷം ഭരണസമിതിയിൽ, 2.5 വർഷം വൈസ് ചെയർമാൻ, 8 മാസം ചെയർപേഴ്സണായി. ഒരു വരട്ട് ചോദ്യം ചോദിക്കട്ടെ പ്രേമ, കാലാവധി കഴിഞ്ഞാൽ പുതിയ ആളിനെ സർക്കാർ നിയമിക്കുമ്പോൾ പഴയ ആളിനോട് പെർമിഷൻ ചോദിക്കണോ പ്രേമ? പ്രേമം പറയുന്ന പെർമിഷൻ ചോദിക്കണമെന്നാണ്. മാന്യമായ യാത്രയയപ്പ് നൽകിയില്ല. എന്നാൽ പിന്നെ പൂക്കുട്ടി അധികാരമേറ്റ അന്ന് വൈകുന്നേരം നടന്ന IFFK സ്വാഗത സംഘം രൂപീകരണത്തിന് പ്രേമൻ പോയതെന്തിനാ? നാണം വേണ്ടേ പ്രേമ? നിന്നെ പുറത്താക്കി നീതി നടപ്പാക്കിയില്ല എങ്കിൽ നീ എന്തിനാ പുറത്താക്കിയതിൻ്റെ അന്ന് വൈകുന്നേരം, അല്ലെങ്കിൽ പൂക്കുട്ടി ചാർജ് എടുത്തതിൻ്റെ അന്ന് വൈകുന്നേരത്തെ ഈ IFFKയുടെ ആലോചന യോഗത്തിന് പോയത്? അവിടെ വെച്ച് പ്രേംകുമാറിനെ പുകഴ്ത്തി, ഒരുപാട് വാനോളം പുകഴ്ത്തിയാണ് സജി ചെറിയാൻ പ്രസംഗിച്ചത്. പ്രേമനൊരു പുതിയ പോസ്റ്റ് വരുന്നുണ്ട്. ഇനി കഴക്കൂട്ടത്തെ സീറ്റാണോ എന്ന് എനിക്കറിയില്ല. അത് ഞങ്ങൾ കൊടുത്തിരിക്കും പ്രേമന് എന്നൊക്കെ അവിടെ പ്രസംഗിച്ചു. പ്രേമനെ ആസ്വദിച്ച് കേട്ടോണ്ട് വരുന്നു. അതിന് പ്രേമൻ നന്ദിയും പറഞ്ഞു. അപ്പോൾ അതൊക്കെ പ്രേമം മറന്നുപോയി എന്ന് തോന്നുന്നു. സച്ചിദാനന്ദൻ കാലാവധി കഴിഞ്ഞ് 2 മാസം കൂടി അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തു. പ്രേമന് കാലാവധി കഴിഞ്ഞ് 8 മാസം നീട്ടി നൽകിയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതൊക്കെ മഹാരഥന്മാർ ഇരുന്ന കസേരയിൽ ആ പ്രേംകുമാറിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചിരുത്തിയത്? പരിഭവവും പരാതിയും പറയുന്ന അതിനിടയിൽ ഇടയ്ക്ക് ഇതൊക്കെ കൂടി ഒന്ന് ആലോചിക്കുന്നത് ലംബോ പ്രേമന് നല്ലതാണ്. പ്രേമനെ മാറ്റി ചുരുങ്ങിയ കാലത്തേക്ക് ദേശീയവാദിയായ പൂക്കുട്ടിയുടെ സേവനം വാങ്ങാതിരിക്കാമായിരുന്നു എന്നതും ഞാൻ മറക്കുന്നില്ല. പ്രേമന് കൊടുത്ത 10,000 കുലുവ പൂക്കുട്ടിക്ക് കൊടുത്താൽ വാങ്ങുമോ എന്ന് എനിക്കറിയില്ല.
അയാൾ ബോംബെയിൽ നിന്ന് പറന്നു വരുന്നത് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലായിരിക്കും, താമസിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലിലുമായിരിക്കും. അപ്പോൾ അവിടുത്തെ തീറ്റയും കുടിയും എല്ലാം കൂടെ ആവുമ്പോൾ അക്കാഡമിയുടെ ചീട്ട് കീറും എന്ന് പോലും സജി ചെറിയാനോ പിണറായിയോ ഓർത്തില്ല. വെള്ളം കോരാനും വളമിടാനും കമ്മ്യൂണിസ്റ്റുകാരും ഫലം അനുഭവിക്കാൻ വിരുദ്ധന്മാരും എന്ന പുതിയ പ്രത്യയശാസ്ത്രം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അല്ലെങ്കിൽ സാരഥികൾ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ അടുത്ത സുഹൃത്തായ പ്രേമൻ ഇപ്പോൾ കാണിച്ച ഗിമ്മിക്സുകൾ മുഴുവൻ തല്ലിപ്പൊളിത്തനമായി പോയി എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് എന്ന് കരുതി എനിക്ക് പ്രേമനോട് വിരോധമൊന്നുമില്ല. പ്രേമൻ ഇനിയിപ്പോൾ എന്നെ തിരിച്ചെന്തെങ്കിലും മോശമായിട്ട് വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷേ പ്രേമൻ കാണിച്ചത് നന്ദികേടാണ്. നിങ്ങളെ എന്താ പറയുക, അപ്പൻ കോൺഗ്രസ്, അപ്പൻ്റെ അപ്പം ഉത്തമ കോൺഗ്രസ്, ഞാനും കോൺഗ്രസ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നുവെങ്കിൽ പോലും പ്രേമ ഈ ജന്മം കോൺഗ്രസ്സുകാർ നിന്നെ കൊണ്ടു കിടക്കില്ലായിരുന്നു. ഇടതുപക്ഷം കൊണ്ടു കിടന്ന് വളർത്തിയത് കൊണ്ട് ചിലപ്പോൾ 10 വോട്ട് പിടിക്കാനായി നിന്നെ കൊണ്ടു കിടക്കും. കിട്ടുന്ന സ്റ്റേജിലെല്ലാം കയറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സർക്കാരിനെയും പറയാവുന്നത്ര അസഭ്യങ്ങൾ വിളിച്ചു പറയൂ. അങ്ങനെ ജനം അറിയട്ടെ പ്രേമൻ ആരാണെന്ന്. ഇത്രേ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം.